സത്യസന്ധമായിട്ട് പറയണേ, ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് കോമഡി ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഭയങ്കര പക്ക ത്രില്ലിംഗ് ആണ് പടം. ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോമാഞ്ചം വന്ന രീതിയിലുള്ള ത്രില്ലിംഗ്. ലാലേട്ടന്റെ ഒരു വൈബ് കിട്ടി. പടം സൂപ്പർ, ഓർഡിനറി, ഒരു രക്ഷയില്ല സംഭവം. എപ്പോഴും ലാലേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കും. ലാലേട്ടന്റെ ഒരു ആറാട്ട് തന്നെയാണ് നടന്നത്. ലാലേട്ടൻ അഴിഞ്ഞടിക്കുകയാണ്. ആ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ ലെവലായിട്ട് മാറി, തീയായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന ഓരോക്കെ രോമാഞ്ചം കൊണ്ട് കൈയടിച്ച് ആവേശത്തോടുകൂടി അവസാനം നമുക്ക് ഒരു കൈയടിയോട് ഇറങ്ങാൻ പറ്റിയ ഒരു ഗംഭീര പടമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ തുടരും. കാരണം ഇത്രയും പ്രതീക്ഷിച്ചല്ല, ആരും ഇത്രയും പ്രതീക്ഷിച്ചല്ല. കാരണം നമ്മൾ സാധാരണ നമ്മുടെ ഒരു ആവറേജ് പടം പ്രതീക്ഷിച്ചാണ് നമ്മൾ പടത്തിന് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡബിൾ റേഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത്. ആ പവറായിട്ട് എന്നടാ പണി വെച്ചിരിക്കുന്നതാണ് നമുക്ക് പറയാനുള്ളത്. എന്നെ ഐറ്റ് ഇറക്കി വിട്ടിരിക്കുകയാണ്. നല്ലൊരു ഇടുക്ക് സാധനം ഇറക്കി വിട്ടിരിക്കുന്നത്. ഇന്ന് പടം ഇവിടെ കൊളുത്തിരിക്കുകയാണ്. പടം വേറെ റേഞ്ചിലേക്ക് പോകും. സെക്കൻഡ് ഷോ, ഇനി അടുത്ത ഷോ ഏത് ഒരു തരുൺമൂർത്തി സംഭവം തന്നെ പറയാം. ഇത് എന്ത് സംഭവം തന്നെ നമുക്ക് തന്നെ പിടിയില്ല. കാരണം നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല ഒരു സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫൊക്കെ ഒരു ആലോചിക്കുമ്പോൾ തന്നെ ഒരു പവർ ഇങ്ങനെ കയറി വരികയാണ് നമുക്ക്. അപ്പോൾ ഇത്ര നാൾ ലാലേട്ടനെ ഈ രീതിയിലാണ് ലാലേട്ടനെ കാണാൻ നമ്മളെ മലയാള ജനത ആഗ്രഹിച്ചത്. അത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. മലയാള ജനതയ്ക്ക് ലാലേട്ടനെ, പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടി. എമ്പുരാനിൽ നമുക്ക് കുറച്ച് വിമർശനങ്ങളൊക്കെ കേട്ടെങ്കിലും അതെല്ലാം കൂടെ ഇതാക്കി തരിപ്പണമാക്കിക്കൊണ്ട് ലാലേട്ടൻ മുന്നേറുകയാണ്. സൂപ്പർ പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ ആക്ഷനും എല്ലാം ഇഷ്ടമായി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യം സ്ലോയിൽ പോയി, ലാസ്റ്റ് നല്ല ഇഷ്ടമായി. സൂപ്പർ മൂവി. കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ലാലേട്ടന്റെ അഭിനയം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം. നല്ല പടമാണ്. ലാലേട്ടൻ കംബാക്ക് ആണ്. ഇഷ്ടപ്പെട്ടോ? സിനിമ കൊള്ളാം. നല്ല പഴയ ലാലേട്ടന്റെ ലാലേട്ടന്റെ ഒരു വൈബ് കിട്ടി. പടം സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? പടം ഇഷ്ടപ്പെട്ടോ? ലാലേട്ടന്റെ പഴയ ലാലേട്ടൻ തിരിച്ചിട്ടേക്കാണ്. സൂപ്പർ, ഐ എം വെരി ഹാപ്പി. സൂപ്പർ പടം, ഒന്നും പറയാനില്ല. ഒരു പുതിയ സംവിധായകൻ പറഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ പടം എന്നുള്ള റേഞ്ച് അല്ല ആളുടെ. ഒരു വൈബ് പടം എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുന്നത്. ലാലേട്ടനുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമ ഏതാണോ അതേ റേഞ്ചിലുള്ള ഫൈറ്റ് ആണെങ്കിലും അടിയാണെങ്കിലും കഥയാണെങ്കിലും ആ റേഞ്ച് സിനിമ. ഒന്നും പറയാനില്ല, പോയി കാണുക. നമ്പർ ഹിറ്റ്. അടുത്ത 100 ഉറപ്പായിട്ട് നല്ല പടമാണ്. കലക്കപ്പടമാണ്. അങ്ങനെയല്ല, നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. ഇതുപോലെ വേണം മകന് വേണ്ടി ചെയ്യേണ്ടത്. നല്ല രൂപത്തിൽ ഛായാഗ്രഹണമൊക്കെ നന്നായിട്ട്. ഒരു സത്യനന്ദിക്കാരെ ടച്ച് വന്ന പടത്തിന്. പക്ഷെ ലാലേട്ടൻ അടിപൊളി, സൂപ്പർ, കുഴപ്പമില്ല, അടിപൊളി സിനിമയാണ്. നല്ലതുണ്ട് കാണാൻ. നല്ല ഫാമിലി കാണാൻ പറ്റിയ അടിപൊളി സിനിമ. പക്ഷെ ഫുൾ ടൈം ലാലേട്ടന്റെ അടിനാട്ടും ഒന്നും പറയില്ല. സത്യസന്ധമായിട്ട് പറയണേ, ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് കോമഡി ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഭയങ്കര പക്ക ത്രില്ലിംഗ് ആണ് പടം. ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോമാഞ്ചം വന്ന രീതിയിലുള്ള ത്രില്ലിംഗ്. അതായത് ലാലേട്ടന്റെ ഒരു എന്താ പറയാ, നമ്മുടെ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, പോലീസ് സ്റ്റേഷന്റെ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതൊന്നും പറയാനില്ല. അതായത് ആ പഴയ ലാലേട്ടൻ ആ ഒരു ആക്ഷനിലും അന്നാ നല്ലൊരു അച്ഛനായിട്ടുള്ള റോളിലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ഷൻ ഒന്നും പറയാനില്ല. ദൃശ്യത്തിന്റെ വേറെ മോഡലാണ് പടം. സൂപ്പർ സിനിമ, ഒന്നും പറയാനില്ല. കിടുക്കും പടം. ഓർഡിനറി, ഒരു രക്ഷയില്ല സംഭവം. തുടരും. അടിപൊളി സൂപ്പർ. ലാലേട്ടൻ പിടിച്ചു. എപ്പോഴും ലാലേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഞെട്ടിച്ച് തഴിമൂട്ടി. ഡയറക്ഷൻ അടിപൊളി, രക്ഷയില്ല. ദൃശ്യത്തിന് അപ്പുറമുണ്ട്.